ബീഹാറിലെ ദയനീയമായ പരാജയത്തിനു ശേഷം രാഹുൽ ഗാന്ധി ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഇന്ത്യയിലെയും കേരളത്തിലെ ജനങ്ങൾ വർഷങ്ങളായി തന്നെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. ഇന്ത്യ മുന്നണി അങ്ങ് പിരിച്ചുവിടാൻ പോവുകയാണ്. കാരണം വരും തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് മത്സരിക്കും. തങ്ങളുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളും നടത്തണമെന്നാണ് രാഹുൽ ഗാന്ധി തീരുമാനമെടുത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണി പിരിച്ചുവിടണമെന്ന ആവശ്യം, ഇന്ത്യ മുന്നണി ആ ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. അതോടൊപ്പം തന്നെ നാം മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കണം. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ തന്നെ നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി പറഞ്ഞത് അന്ന് ഇങ്ങനെയായിരുന്നു: കോൺഗ്രസിനോടൊപ്പം ചേരുന്ന സഖ്യകക്ഷികൾ ദയനീയമായി തന്നെ പരാജയപ്പെടുന്നു. അതിനെക്കുറിച്ച് ഈ സഖ്യകക്ഷികൾക്ക് ധാരണ വേണമെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചിരുന്നു. ആവർത്തിക്കുമ്പോൾ അതിൽ വാസ്തവമുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. മഹാരാഷ്ട്ര ഘടകകക്ഷികൾക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിൽ സ്വാധീനമുള്ള മഹാരാഷ്ട്രയിലെ അവസ്ഥയോ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ പ്രചരണം നടന്നു. അതോടൊപ്പം തന്നെ എന്തോ നേടുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പിന്നീട് ചരിത്രത്തിലെ തന്നെ ദയനീയമായ ഒരു തകർച്ചയിലേക്ക് ആ പാർട്ടി എത്തി. മഹാരാഷ്ട്രയിൽ അതാണ് കണ്ട. ശിവസേന തകർന്നു, NCP തകർന്നു. പിന്നീട് നാം ഇവരോടൊപ്പം ഇന്ത്യ മുന്നണിയോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരു പാർട്ടിയാണ് AAP. AAPയുടെ അവസ്ഥയോ, ആ പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന ഡൽഹിയിലൂടെ ആയിരുന്നു ആ പാർട്ടി പഞ്ചാബിലേക്കും ഗോവയിലേക്കും ഗുജറാത്തിലേക്കും ഹരിയാനയിലേക്കുമെല്ലാം പടർന്നു പന്തലിച്ചത്. അവിടെ നിന്നും ആ പാർട്ടി ദയനീയമായി പരാജയപ്പെട്ടില്ലേ? ഇന്ത്യ മുന്നണിയോടൊപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടിയതിന്റെ ഫലമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടത്. RJDയോ, അവിടെ ബീഹാറിൽ അടിത്തറയുള്ള പാർട്ടി RJD ആണ്. RJDക്കാണ് കൃത്യമായ സംഘടനാ സംവിധാനമുള്ളത്. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് അവിടെ തേജസ്വി യാദവ് കൃത്യമായി പ്രചരണം നടത്തിയപ്പോൾ അതിനെ ഹൈജാക്ക് ചെയ്യാൻ ഈ കോൺഗ്രസ് ശ്രമിച്ചില്ലേ? വോട്ട് ചോരി ആരോപണവും ഉന്നയിച്ച് ഇദ്ദേഹം അവിടെ ഇറങ്ങിയില്ലേ? അതിനുശേഷം ആ വോട്ട് ചോരി ആരോപണവുമായി ബന്ധപ്പെട്ട ആ യാത്ര കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത്? BJPക്കാണ് ഗുണമുണ്ടായത്. നരേന്ദ്രമോദിയുടെ അമ്മയെ അപമാനിക്കുന്നു. അതിനുശേഷം അവിടെ സ്ത്രീകൾ തന്നെ നേരിട്ടിറങ്ങി ബന്ദ് ആചരിക്കുന്നു. അത്തരം പ്രതിസന്ധിയിലൂടെ RJDയുടെ അടിത്തറ തകർത്തില്ലേ? അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം രാഹുൽ ഒരു പരാജയങ്ങളുടെ നായകനാണ്. ചില കണക്കുകൾ പറയുന്നത് കൃത്യമാണോ എന്നറിയില്ല. അദ്ദേഹം 90-ലധികം തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ട് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി എല്ലാവരും ഉയർത്തിക്കാട്ടുന്നത് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി മാറി. എത്ര സീറ്റാണ്? വെറും 99 സീറ്റ്. കേവല ഭൂരിപക്ഷം നേടണമെങ്കിൽ 272 വേണം. അത് 2 തവണ നേടിയ പാർട്ടിയാണ് BJP. 3-ാം തവണ അത് നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ 3 തവണയായി 200-ലധികം സീറ്റുകൾ നേടി ഒരു പാർട്ടി മുന്നേറുമ്പോൾ അവിടെ കോൺഗ്രസിന് കണക്കോ 44, 52, 99. അടുത്ത തവണ എങ്ങനെയാണ്? 130 ആണോ? 130ലേക്ക് പോകുമ്പോൾ BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി തന്നെ കേവല ഭൂരിപക്ഷം തികയ്ക്കും. അത് ഉറപ്പാണ്. കോൺഗ്രസിന് ഒരു 130 സീറ്റായിരിക്കും ലഭിക്കുക. കാരണം ഇപ്പോൾ പ്രാദേശിക പാർട്ടികളുടെ മുഴുവൻ സീറ്റുകളും ദേശീയ പാർട്ടികളിലേക്ക് വരുന്നതാണ് നാം കാണുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് സീറ്റ് കൂടും, BJPക്കും സീറ്റ് കൂടും. നാം ആ ഒരു ചിന്ത കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാകും ഇടക്കാലത്തൊന്നും നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത കാണുന്നില്ല. മറിച്ച് BJPയെ സംബന്ധിച്ചിടത്തോളം അവർ 2024 പരാജയത്തിന് ശേഷം തന്നെ കൃത്യമായി പഠിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഓരോ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോഴും തമ്മിലടിയില്ല, തർക്കങ്ങളില്ല, സ്ഥാനാർത്ഥി പ്രശ്നങ്ങളില്ല, എല്ലാം പരിഹരിച്ച് കൃത്യമായി മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെയാണല്ലോ അവർക്ക് തുടർ വിജയങ്ങൾ ഉണ്ടാകുന്നത്. ഈ വിജയങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും കേവലം ഒരു 1-2 സീറ്റിന്റെ വിജയമല്ല, മഹാഭൂരിപക്ഷം വിജയമാണ് അവിടെ ഉണ്ടാകുന്നത്. ഹരിയാന ആയാലും ഡൽഹി ആയാലും മഹാരാഷ്ട്ര ആയാലും ഇന്ന് ബീഹാർ ആയാലും അവർക്ക് വിജയം കൊയ്യുകയാണ്. വിജയം കൊയ്യുമ്പോൾ നാം മറ്റൊരു കാര്യം കൂടി പരിശോധിക്കാം. ഇപ്പോൾ ബീഹാറിൽ BJPക്ക് വിജയം നേടാൻ കഴിഞ്ഞു. ആ വിജയം നേടുന്ന പ്രസംഗത്തിൽ തന്നെ അവർ അവരുടെ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിക്കുകയാണ്. അതാണ് BJP. മറിച്ച് കോൺഗ്രസോ
പരാജയത്തിന് പിന്നാലെ പോവുകയാണ്. ഇതാരാണ് കാലുവാരിയത്, ആരാണ് പരാജയപ്പെടുത്തിയതെന്ന്. കാലുവാരിയതും പരാജയപ്പെടുത്തിയതെല്ലാം കോൺഗ്രസ് തന്നെയാണ്. കാരണം തങ്ങൾക്ക് വിജയിക്കാനുള്ള കഴിവില്ല. അത് ഇവർ സ്വയം തിരിച്ചറിയണമായിരുന്നു. ബീഹാറിൽ അത് തിരിച്ചറിഞ്ഞില്ല. മറ്റു പാർട്ടികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകളിൽ ഇവർ റിബലുകളെ നിർത്തി മറ്റു പാർട്ടിക്കാരെ പരാജയപ്പെടുത്തിയില്ലേ? CPIയെ പരാജയപ്പെടുത്തിയില്ല, RJDയെ പരാജയപ്പെടുത്തിയില്ലേ? മറിച്ച് BJPയിലോ അവർ തമ്മിലടികൾ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി JDU, LJPയും HMM അടക്കമുള്ള ഹിന്ദുസ്ഥാൻ അവാമി മോർച്ച ഉൾപ്പെടെയുള്ളവരെ ഒറ്റക്കെട്ടായി അവർ ഒരു സഖ്യത്തിൽ കൊണ്ടുവന്നില്ലേ? അതുകൊണ്ടല്ലേ വിജയമുണ്ടാകുന്നത്. ആ ഒരു വിജയം BJPയുടെ സഖ്യകക്ഷികളെ കൂടുതൽ അവരോട് അടുപ്പിക്കുന്നു. JDUവും TDPയും ഇനിയുള്ള 5 കൊല്ലം അവർക്ക് ഭരണത്തിൽ തുടരാം. അതുകൊണ്ട് തന്നെ അവർക്ക് കേന്ദ്രത്തിൽ വലിയ മോഹങ്ങൾ കാണില്ല. അപ്പോൾ മോദി സർക്കാർ 5 വർഷം തികയ്ക്കും. ഇന്ത്യ മുന്നണിയുടെ അവസ്ഥയോ? പല പാർട്ടികളും ഇപ്പോൾ ഇതിലുണ്ടോ എന്ന് സംശയമാണ്. AAP വിട്ടുപോയി, TMC ഉണ്ടോ ഇല്ലേ എന്നറിയില്ല. പിന്നീടുള്ളത് CPM, CPI ആണ്. അതിൽ അവരെ നിയന്ത്രിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവായിരുന്നു യെച്ചൂരി. യെച്ചൂരിയുടെ മരണത്തോടു കൂടി തന്നെ ഈ CPIയും കോൺഗ്രസും തമ്മിലുള്ള, CPM എല്ലാം കോൺഗ്രസും തമ്മിലുള്ള ആ ബന്ധം അടഞ്ഞ അധ്യായമായി മാറുകയാണ്. കാരണം ഈ MA ബേബിക്കൊന്നും എത്ര നാൾ കോൺഗ്രസിനോടൊപ്പം നിൽക്കാൻ കഴിയുമെന്നത് ചോദ്യചിഹ്നമാണ്. പക്ഷെ യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനെല്ലാം അതിന് കഴിയുമായിരുന്നു. അവർ അതുകൊണ്ടാണ് മുന്നോട്ട് പോയത്. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാണ്. ബീഹാറിലെ പരാജയത്തിന് ശേഷം തന്നെ അഖിലേഷ് യാദവ് ഈ ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു, AAP തയ്യാറെടുക്കുന്നു. അങ്ങനെ എല്ലാ പാർട്ടികളും തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിലാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തയ്യാറെടുക്കും മുമ്പ് തന്നെ നിങ്ങളെ ഞാൻ പുറത്താക്കുകയാണ്, ഞാൻ നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മുന്നണി വിട്ട് പുറത്തിറങ്ങുകയാണെന്ന ഒരു മിന്നലാക്രമണമാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത്. ഈ മിന്നലാക്രമണത്തിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കാം. BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എവിടെയാണ്? അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ അവർ 80-ൽ 72 സീറ്റ് ലക്ഷ്യമിട്ടാണ് പ്രവർത്തിച്ചത്. 72 സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിട്ട് അവർക്ക് നേടാൻ കഴിഞ്ഞത് 40-ൽ താഴെ സീറ്റുകൾ മാത്രമാണ്. പക്ഷെ കോൺഗ്രസിന് വരെ അവിടെ 5-ലധികം സീറ്റുകൾ ലഭിച്ചു. അതെങ്ങനെ ലഭിച്ചു? അത് ഇന്ത്യ മുന്നണിയുടെ ഒരു സഖ്യകക്ഷിയായ അഖിലേഷ് യാദവിന്റെ പിന്തുണയോടുകൂടി. മഹാരാഷ്ട്രയിൽ BJPക്ക് തിരിച്ചടി കിട്ടി. അതെങ്ങനെയാണ്? അതും അവിടെയുള്ള ഈ സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ കോൺഗ്രസിന് തമിഴ്നാട്ടിലായാലും ഉത്തർപ്രദേശിലായാലും ബീഹാറിലായാലും മഹാരാഷ്ട്രയിലായാലും ജാർഖണ്ഡിലായാലും ജമ്മു കാശ്മീരിലായാലും മറ്റേത് സംസ്ഥാനത്തായാലും ഇവർക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ആ ശക്തിയെല്ലാം നിലവിൽ കുറഞ്ഞു വരികയാണ്. ഇപ്പം ഒരു കർണാടകയിലോ തെലങ്കാനയിലോ മാത്രമായി ചുരുങ്ങുകയാണല്ലോ ആ പാർട്ടി. ആ സ്ഥലങ്ങളിൽ മാത്രം നേരിട്ട് മത്സരിക്കാൻ ഇപ്പോൾ ആ സ്ഥലങ്ങളിലേക്ക് BJPയുടെ വലിയ കടന്നുകയറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയുടെ അന്ത്യമണി മുഴങ്ങുകയാണ്. ഉടൻ തന്നെ അതിന്റെ അവസാനത്തിലേക്കും കടക്കും.